ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നഗരഹൃദയത്തിലുള്ള സെന്റ് സ്റ്റീഫൻ കത്തീഡ്രലിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1359 ഡൂക്ക് റഡോൾഫ് നാലാമന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള സ്ട്രക്ചർ പണിയാൻ തുടങ്ങിയത്. പ്രധാനമായും 2 ടവറുകളാണ് ഈ പള്ളിക്കുള്ളത്, നോർത്ത് ടവറും സൗത്ത് ടവറും. 1433 സൗത്ത് ടവറിന്റെ പണി പൂർത്തിയാക്കി. 136.4 മീറ്റർ ഉയരമുള്ള ഈ ടവർ ഒരു കാലത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടവറായിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം നോർത്ത് ടവറിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 68 മീറ്റർ കഴിഞ്ഞപ്പോൾ പണി നിർത്തിവെച്ചു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മാണത്തിലെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി റിനൈസൻസ് സ്റ്റൈലിലുള്ള ഒരു മേൽക്കൂര സ്ഥാപിച്ച് പള്ളിയുടെ പണി പൂർത്തിയാക്കി. ഇതൊരു റോമൻ കാത്തോലിക് ചർച്ചാണ്. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത ലോകത്തെ അത്ഭുത പ്രതിഭയായിരുന്ന മൊസാർട്ടിന്റെ വിവാഹം 1782 നടന്നത് ഈ പള്ളിയിൽ വെച്ചാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ 1945 ഈ പള്ളി പീരങ്കി ഉപയോഗിച്ച് നശിപ്പിക്കാൻ ജർമ്മൻ നാസി പട്ടാളം തീരുമാനിച്ചു. എന്നാൽ ആ ഉത്തരവ് നടപ്പാക്കാൻ വിയന്നയുടെ സൈനിക അധികാരത്തിലുണ്ടായിരുന്ന ജർമ്മൻ ക്യാപ്റ്റനായിരുന്ന ജെർഹാർഡ് ക്ലിൻകിച്ച് തയ്യാറായില്ല. അങ്ങനെ ചർച്ച് സർവൈവ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ചർച്ചിന്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു.